ഓം ഗം ഗണപതേ നമഃ. എല്ലാ മനഃപ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 2025 വരെ നല്ല സമയം നിൽക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർക്ക് വളരെ അപൂർവ സമയമാണ് വന്നു നിൽക്കുന്നത്. രാശിചിഹ്നത്തിൽ നിന്ന് 11ാമത്തെ രാശിയിൽ ശനി ഭഗവാനും രാശിചിഹ്നത്തിൽ നിന്ന് 2ാമത്തെ ഭാവത്തിൽ ഗുരുഭഗവാനും സഞ്ചരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം ചേരുന്ന മേടരാശിക്കാർക്ക് സർവ അഭീഷ്ടവും സാധിച്ചു കിട്ടുന്ന സമയമാണ്. തൊഴിൽ രംഗത്തുണ്ടാകുന്ന തടസ്സങ്ങളിൽ ഒരു പരിധിവരെ ഒരു ശാന്തത അനുഭവപ്പെടും. സാമ്പത്തികം ഇല്ലായ്മ മാറിക്കിട്ടും. സാമ്പത്തികം പിടിച്ച് ചെലവാക്കേണ്ട ചില സാഹചര്യങ്ങളും ഉടലെടുക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പഠന മികവും പഠനപരമായി ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സബ്ജക്റ്റുകളിലൊക്കെ കൃത്യമായ വീക്ഷണത്തോടു കൂടി ദീർഘവീക്ഷണത്തോടു കൂടി അവർ ഏർപ്പെടുന്ന കോഴ്സിൽ പങ്കാളികളാകുമ്പോൾ അവർക്കതിൽ നിന്ന് നല്ല ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കും. കുറേ കാലമായിട്ട് കൺഫ്യൂഷനായിരുന്നവർക്ക് എന്ത് പഠിക്കണം, ഏത് മേഖലയിലേക്ക് എത്തിച്ചേരണം, ഏത് തൊഴിൽ ചെയ്യണം എന്നൊന്നും അറിയാൻ പാടില്ലാതെ നിൽക്കുന്നവർക്ക് കൃത്യമായ മേഖലകളിലേക്ക് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാധിക്കുന്ന പക്ഷം അവർ തൊഴിലും വിദ്യാഭ്യാസ മേഖലകളിലും ഏർപ്പെടുകയാണ് എങ്കിൽ അവർക്ക് വലിയ നേട്ടം ഉണ്ടാകേണ്ട സമയമാണ്. ഈ 11-ലെ ശനിയും 2-ലെ വ്യാഴവും മേടൻ രാശിക്കാർക്ക് സംഭവം യോഗ്യമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന 2025 മാർച്ച് 29 വരെ ഇവർക്ക് സുവർണ സമയ കാലഘട്ടമാണ് എന്നാണ് പറയപ്പെടുന്നത്. വ്യാഴം ഒരു രാശിയിൽ 1 വർഷക്കാലവും ശനി ഒരു രാശിയിൽ 2.5 വർഷക്കാലവും നിലനിൽക്കും. ശനിയും വ്യാഴവും ഒരുമിച്ച് നന്നായാൽ ധനവും തൊഴിൽ ഭാഗ്യവും രണ്ടും ഒരുമിച്ച് കൈവരുമെന്നാണ് ജ്യോതിഷത്തിലെ വിശ്വാസം പ്രമാണം. അതുപ്രകാരം അടുത്ത രാശിയിൽ നക്ഷത്രജാതകരെ പരിചയപ്പെടാം. മകീരം, അന്ത്യാർത്ഥം, തിരുവാതിര, പുണർത്തിൽ, മുക്കാൽ ചേരുന്ന മിഥുന രാശിക്കാർ. ഈ മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 9-ലാണ് ശനി നിൽക്കുന്നത്. ഭാഗ്യശനിയായിട്ട് കരുതപ്പെടുന്നുണ്ട്. ഭാഗ്യശനിയിൽ അവർക്ക് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും, മാറ്റങ്ങളുണ്ടാകും, നേട്ടങ്ങളുണ്ടാകും, പുരോഗതികളുണ്ടാകും. ഭാഗ്യശനി വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഏറെ കാണപ്പെടുന്ന സമയമാണ്. ഭാഗ്യശനിയുടെ സമയമാണ് 9-ൽ ശനി സഞ്ചരിക്കുന്ന സമയം. അവർക്ക് തൊഴിൽ ഭാഗ്യമുണ്ടാകുക, അവരുടെ സാമ്പത്തിക വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടുക. രാശിചിഹ്നത്തിൽ നിന്ന് 9-ാം ഭവനത്തിൽ ശനി കുംഭൻ രാശിയിൽ ബലവാനായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിനൊക്കെ യോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധിക്കും. വിദേശത്ത് തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ നല്ല നേട്ടത്തിൻ്റെ സമയമാണ്. ഇവർ ചെയ്യേണ്ട ചില പരിഹാരങ്ങൾ കൂടിയുണ്ട്. മിഥുന രാശിയുടെ രാശ്യാധിപൻ ബുധനാണ്. രാശ്യാധിപൻ കനിഞ്ഞാലാണ് വാക്സാമർഥ്യം, അതുപോലെ ഇവരുടെ പ്രവൃത്തിയിൽ തൊഴിലിൽ ഒക്കെ നേട്ടം ഉണ്ടാകുകയുള്ളൂ. വൈഷ്ണവ ആരാധനയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ ശിവപാർവതി ക്ഷേത്രത്തിൽ, അതായത് ഒരു സ്ത്രീയും പുരുഷൻ്റെയും ചിഹ്നമാണ് മിഥുനൻ രാശിയിൽ സൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ദാമ്പത്തിക ജീവിതത്തിൽ വലിയ ഉയർച്ചയും മാറ്റങ്ങളും ഉണ്ടാകാൻ സാധിക്കും. അതുകൂടാതെ രാശിക്ക് 9-ാം ഭവനത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് നിറയെ ലാഭങ്ങളും പുരോഗതികളും നേട്ടങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും. ഇവർ ശിവപാർവതി കൂടിച്ചേരുന്ന പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഹനുമാൻ കോവിലിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് വടമാല നടത്തുന്നത് നല്ലതാണ്. എല്ലാ കാര്യങ്ങൾക്കുള്ള വിഘ്നങ്ങളും തടസ്സങ്ങളൊക്കെ ഒരു പരിധി വരെ മാറിക്കിട്ടി അവരുടെ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ സാധിക്കുന്ന സമയമാണ്. അപൂർവത്തിൽ അപൂർവമായി കൈവരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ വരുന്ന 2025 മാർച്ച് 29-നാണ് ഇവർക്ക് നല്ല സമയം വന്നു ചേരുന്നത്. അടുത്തത് കന്നിരാശിയിൽ നക്ഷത്രജാതകരാണ്. ഉത്തരമുക്കാലാത്തം ചിത്തിരാധിപതി ചേരുന്ന കന്നിരാശിക്കാർ. കന്നിരാശിക്കാർക്ക് ഇപ്പോൾ 9-ാം ഭവനത്തിലാണ് വ്യാഴം നിലനിൽക്കുന്നത്.
2025 മെയ് 14 വരെ വ്യാഴം ഇഷ്ടസ്ഥിതിയിലാണ്. അതുപോലെ 2025 മാർച്ച് 29 വരെ ശനിയും ഇഷ്ടസ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഏകദേശം 2025 മെയ് 14 വരെയുള്ള കാലഘട്ടത്തിൽ ശനിയുടെ മാറ്റത്തിന് മുൻപേ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു വാഹനം വാങ്ങിക്കുവാനോ ഗൃഹം നിർമ്മിക്കുവാനോ പ്രത്യേകിച്ച് ഉയർച്ച കൂടിയ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഗ്രഹസ്ഥിതിക്കും പ്രാധാന്യമുണ്ട്. ജാതകത്തിൽ ലാഭാധിപൻ കർമ്മസ്ഥാനത്ത് നിന്നാൽ ഇവരുടെ കർമ്മത്തിൽ നിന്ന് നല്ല ലാഭങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഭാഗ്യാധിപൻ കർമ്മസ്ഥാനത്ത് നിന്നാൽ ഭാഗ്യത്തിലൂടെയുള്ള കർമ്മങ്ങൾ അവർ ചെയ്യുമെന്നാണ് പറയുന്നത്. കർമാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിന്നാലും കർമാധിപൻ ലാഭസ്ഥാനത്ത് നിന്നാലും അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും സംഭവിക്കില്ല. അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഏശുകയില്ല എന്നാണ് പറയുന്നത്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. രാശിചിഹ്നത്തിൽ നിന്ന് 6-ാമിടത്ത് നിൽക്കുന്ന ശനി രോഗദുരിതാദികൾ ഉണ്ടാക്കും. എങ്കിലും അതിൽ നിന്ന് മോചനം ലഭിക്കും. ശത്രുക്കളെ വർദ്ധിപ്പിക്കും. എങ്കിലും ആ ശത്രുക്കളെ ക്ഷയിപ്പിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ദുരിതങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇവർക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് നിൽക്കുന്നവർക്ക് സാമ്പത്തിക മേഖലകളിലും തൊഴിൽ മേഖലകളിലും വളരെ ഉയർച്ച ഉള്ള സമയമായിട്ട് നമുക്ക് പരിഗണിക്കാം. കുറച്ച് കാലമൊക്കെ ആയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പെട്ടെന്ന് തകർന്നു പോയവരെ സംബന്ധിച്ച് പെട്ടെന്നൊരു അത്ഭുതം എന്ന പോലെ തന്നെ ഒരു ചെറിയ സഹായത്തിലൂടെ ഇവർ തന്നെ ചെയ്ത മറ്റുള്ളവർക്ക് സഹായങ്ങൾ ഇവർക്ക് തന്നെ അനുഗ്രഹമായി തീരുന്ന സമയമാണ്. പൂർവ്വപുണ്യം ഇവർക്ക് വന്നു ചേരും. മുൻജന്മ സുഹൃതങ്ങൾ വന്നു ചേരും. അതുപോലെ ഇവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് യഥാശക്തി വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തുന്ന ഇവർ കുടുംബക്ഷേത്ര ദർശനം നടത്തി കുളിച്ചു തൊഴുത് കുടുംബക്ഷേത്ര ദർശനത്തിൽ പങ്കാളികളായി അവിടുത്തെ ചടങ്ങുകൾക്കും പൂജകൾക്കും ചെറിയ ധനസഹായവും അവരെ കൊണ്ട് ഒതുങ്ങുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് നീങ്ങിയാൽ അവരുടെ ജീവിതത്തിൽ എല്ലാ ക്ലേശങ്ങളും ഒരു പരിധി വരെ മാറിക്കിട്ടി അവരുടെ ജീവിതത്തിൽ പുത്തൻ ഉണർവുണ്ടാകുന്ന സമയമാണ്. നാഗരാജാവിനെ തൊഴുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പ്രത്യേകിച്ച് ശിവ പാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വിവാഹ തടസ്സമുള്ളവർക്ക് വിവാഹ തടസ്സമൊക്കെ മാറി മാറ്റങ്ങളുണ്ടാകും. ഏതായാലും 2025 വരെ ലോട്ടറി ഭാഗ്യവും ധനഭാഗ്യവും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാകാത്ത സമയമായിരിക്കും. അത് തന്നെ വലിയ ഭാഗ്യമായിട്ട് നിങ്ങൾക്ക് കരുതാം. ഈ നക്ഷത്രജാതകർക്ക് മേടൻ രാശിക്കാർക്കും മിഥുന രാശിക്കാർക്കും കന്നി രാശിക്കാർക്കും 9 നക്ഷത്രജാതകർക്കും വളരെ സൗഭാഗ്യപരമായ കാര്യങ്ങളാണ് വന്നു ചേരുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണം ഓൺ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.